ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തതിന്റെ ആവേശത്തിമിർപ്പിൽ ഭാവി പൗരന്മാരായ ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സ്കൂളിൽ നടന്നത്. ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് ചെയ്തതിന്റെ ആവേശത്തിലായിരുന്നു ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായാണ് ഒരു പൊതുവിദ്യാലയം VVPAT ഉൾപ്പെടെ ഉള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. വിദ്യാലയത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ ലീഡർ അതുപോലെ ഡെപ്യൂട്ടി ലീഡർ തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുട്ടികളെ പരിചയപ്പെടാനും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളെ പറ്റിയും കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഭാവിയിൽ അവർ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെപ്പറ്റിയും വോട്ടിംഗ് രീതിയെ പറ്റിയും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ വിദ്യാലയത്തിലെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം എല്ലാ ഭാവിയിലും ഉപകരിക്കുന്ന വിധത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ കുട്ടികൾക്ക് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇത്തവണ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, ചിഹ്നം അനുവദിക്കൽ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുട്ടികൾക്ക് പ്രചരണത്തിനുള്ള അവസരം നൽകി വളരെ ആവേശത്തോടുകൂടി കുട്ടികൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവർ പോസ്റ്റർ തയ്യാറാക്കി, ക്ലാസ്സുകളിൽ പോയി വോട്ടർമാരെ കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. വളരെ ആവേശമാണ് കുട്ടികൾക്ക്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യ രീതി, ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനമുള്ള തെരഞ്ഞെടുപ്പ് രീതി കുട്ടികളെ പരിചയപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം നടത്തിയത്. ജനാധിപത്യ രീതിയിലുള്ള ഈ വോട്ടിംഗ് രീതിയെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇലക്ഷൻ വരുമ്പോൾ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ 18 വയസ്സ് വരെ കാത്തിരിക്കണമല്ലോ എന്ന നിരാശ ഇതോടെ തീർന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ത്യയിൽ എങ്ങനെയാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് എന്നറിയാൻ VVPAT രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതിലാവുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിനും അതുപോലെ സ്കൂള് നല്ല രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങളുണ്ട്. സ്കൂൾ ലീഡറായിട്ട് അസംബ്ലിയിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ അഭിമാനം എന്ന് പറയുന്നത് പോലെ നല്ലൊരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും. വോട്ടിംഗ് രീതിയെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മളൊരു വോട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കിയിട്ട് നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകുമ്പോൾ വോട്ടായി എന്നത് എനിക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. 2024-25 അധ്യയന വർഷത്തിലെ ലീഡർ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ വോട്ടെടുപ്പ്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വളരെ ലളിതമാണെന്ന് മനസ്സിലായി. എൻ്റെ ചിഹ്നം ബൾബാണ്. ഞാൻ ഇതുവരെ ഈ വോട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ നേരായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ സ്കൂൾ ലീഡറായി പങ്കെടുക്കുന്നതുകൊണ്ട് നേരായി കണ്ടു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എൻ്റെ ചിഹ്നം ബൾബാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മേശക്ക് കുറേ കുട്ടികൾ വോട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ വോട്ടെടുപ്പിലൂടെ ഇപ്പോൾ ഇവിടെ ഡിജിറ്റലൈസ് വോട്ടിംഗ് മെഷീനാണ് യൂസ് ചെയ്തത് ഈ കൊല്ലം മുതൽ. അപ്പോൾ ഈ വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വോട്ട് ചെയ്യുക ശരിക്കും എന്ന് മനസ്സിലായി. കഴിഞ്ഞ വട്ടമൊക്കെ കമ്പ്യൂട്ടർ കൊണ്ടായിരുന്നു വോട്ടിംഗ് ഒക്കെ. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം വളർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇലക്ഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വോട്ടിംഗ് നടത്തിയതെന്ന് അധ്യാപകർ പറഞ്ഞു. വോട്ടിംഗ് നടത്താൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകിയത് മട്ടന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻക്രാമാനിയ പ്രൈവറ്റ് ലിമിറ്റഡിലെ അക്ഷയ്, ശ്രീരാഗ് എന്നിവരാണ്. രണ്ടുപേരും എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ആണ്.